പക്ഷെ സതീശനെ പോലെ വളരെ ആർട്ടിക്കുലേറ്റ് ആകും. മാത്രവുമല്ല, നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ട് ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഏത് മന്ത്രിയും ഓവർ റൂൾ ചെയ്യാനുള്ള അവസരമുണ്ട്. ഞാൻ കേട്ടത് വരാർ രവി ഹോം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ രാജിവെച്ച് പോയത് അദ്ദേഹം ചില ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായ ചില നീക്കങ്ങൾ പോലീസിലൊക്കെ നടത്തി. അത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ കരുണാകരന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു ചെറിയ കാരണം കണ്ടുപിടിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതെ തന്നെ സതീശൻ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്, സതീശനെ സംബന്ധിച്ചോളം അദ്ദേഹം പിന്നെ മനസ്സിൽ ഒരു സംഗതി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറ്റം ഉണ്ടാകത്തില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമുക്കല്ല, നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇനി എങ്ങനെ വരുമെന്ന് കാണാം. പക്ഷെ ഞാൻ വളരെ ഗ്ലിബല്ല അതിനെപ്പറ്റി. അതായത് കോൺഗ്രസിനകത്ത് എല്ലാം സുഖകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആര് വിശ്വസിക്കാൻ? കാരണം എനിക്ക് താങ്കൾ അത് അല്ല സാർ, അത് കോൺഗ്രസിന്റെ ഒരു പറഞ്ഞ ഒരു ഡെമോക്രസിയുമാണ്, ഒരു ശാപവുമാണ്. അത് ഒരിക്കലും അവർക്ക് ഒരുമ എത്ര വെളിയിൽ ഒരുമ കാണിച്ചാലും അകത്ത് അവരെപ്പോഴും കുതികാൽ വെട്ടും പാരവെപ്പും ഒക്കെ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു കാലഘട്ടത്തില്, നല്ല കാലത്ത്, കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ നല്ല കാലഘട്ടത്തിൽ അതൊരു ആഡംബരമായിരുന്നു. അത് വേണേ കൊണ്ടു നടക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് ഒരു പരിഹാസ്യമായ ചെറ്റത്തരമാണ്. രാഷ്ട്രീയ ചെറ്റത്തരമായിട്ട് നമുക്ക് പറയാം. ചെറ്റത്തരം എന്നുള്ള വാക്ക് പിണറായി വിജയനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മോശമായിട്ട് വിചാരിക്കുകയല്ല. അതിന് വേറൊരു വാക്കില്ലാത്ത ഇറ്റ് ഈസ് പെറ്റിനെസ്. ആ പെറ്റിനെസ് ആയിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കാൻ ഈ സമയത്ത് കേരളത്തിൽ. അതായത് BJP നിങ്ങളെ മുഖ്യ പ്രതിപക്ഷമാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിൽ കൊച്ചു രാഷ്ട്രീയം, കൊച്ചു മനസ്സുകളാണ് കോൺഗ്രസിന്റെ മന്ത്രികളായി വരുന്നതെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഫാസിസത്തെ നേരിടുന്നതിനൊക്കെ പറയുന്ന വലിയ വാക്കുകൾ പറയരുത്. നെഹ്റുവിയൻ സോഷ്യലിസം പറയാം. അത് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിലെ പ്രഹ്ലാദ് ജോഷി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പറഞ്ഞേക്കുന്നു, ബംഗാളിൽ BJP ഒരിക്കലും വരുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കാൻ ഞാൻ മറന്നുപോയി. ഇനിയും ഞങ്ങൾ ഇന്ന് മുതലേ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു സർ. പ്രഹ്ലാദ് ജോഷി, BJPയുടെ ലീഡർ പ്രഹ്ലാദ് ജോഷി ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു 1 പേജ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, BJP ഒരിക്കലും ബംഗാളിൽ വരില്ല എന്ന് നിങ്ങളൊക്കെ പറഞ്ഞു. തീർച്ചയായും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരുടെ ലാസ്റ്റ് ഫ്രോണ്ടിയർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തിങ്ങിപ്പാർക്കുന്ന മതനിരപേക്ഷ കേരളം പിടിക്കലാണ് അവരുടെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവും അവരുടെ വർഗീയവും വംശീയവുമായ ലക്ഷ്യം. അതിനൊന്നും വേറെ വലിയ ചിന്ത ആവശ്യമില്ലല്ലോ. നമുക്കറിയാം, തെലങ്കാനയും അവർ ശ്രമിക്കും, കേരളത്തിലേക്കാണ് അവർ ശ്രമിക്കാൻ പോകുന്നത്. അത് ഇന്നത്തെ അത് ഞാൻ വീണ്ടും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടി ഞാൻ പറയാൻ മറന്നുപോയി. ഷെഡ്യൂൾ കാസ്റ്റ് 2 പ്രാതിനിധ്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുളസിയുടെയും അനിൽകുമാർ, അതെ, ഒരു വലിയ നേതാവ്. അദ്ദേഹത്തെ ദളിത് നേതാവ് എന്ന് പറഞ്ഞുകൂടെ, വളരെ വളരെ മുൻനിരയിലുള്ള ഒരു പഴയ ദളിത് നേതാക്കളുടെയൊക്കെ കോൺഗ്രസ് പാരമ്പര്യത്തിലുള്ള ഒരു അനിൽകുമാർ, അദ്ദേഹവും തുളസിയും വരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ നമ്മൾ പറയാം ജനീഷിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതെല്ലാം ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നത് വലിയ ഇതല്ല. എന്നാൽ പോലും അതിന്റെ സൂചനകൾ നല്ലതാണ്. അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സാമ്പത്തിക കാര്യത്തിലുള്ള ജനീഷിന്റെ കാര്യം വെറും പണക്കാരുടെ ഒരു കൂട്ടമായി ഒരു മന്ത്രിസഭ മാറരുത് എന്ന്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, കുറച്ചൊരു പ്രവർത്തനോന്മുഖമാണെന്നാണ് മുരളിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യം തന്നെ വേണമെന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് കൈക്കൂലിക്കല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പണ്ടേ വളരെ എനിക്കറിയാവുന്നതാണ്. ഈ ആരോഗ്യ മന്ത്രിയുടെ ഒരു മുൾക്കിരീടവുമാണ്, അതേസമയം ധാരാളം അഴിമതി സാധ്യതയുമുള്ള ഒരു വകുപ്പാണ് കേരളത്തിൽ. പൊതുജനങ്ങളുമായി സംസർഗമുള്ള വകുപ്പാണ്. അപ്പൊ അതിന് മുരളീധരൻ പിടിച്ച വാശി നല്ല അർത്ഥത്തിൽ ഒരു ജനാധിപത്യ വാശിയായിട്ട് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം
ദേവസ്വം കൈയിട്ട് വാരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് RSS BJP കാത്തിരിക്കുമ്പോൾ ക്ഷേത്രങ്ങളിലെ എന്ത് പിഴവും അവർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മുരളീധരൻ അത് ശുദ്ധീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു വരുന്നതും നല്ല ലക്ഷണമായിട്ടാണ് നമ്മളെപ്പോലുള്ള ജനാധിപത്യ മതനിരപേക്ഷവാദികൾ കാണുന്നത്. കാരണം അദ്ദേഹം ഉത്തരവാദിത്തം എടുക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദേവസ്വം RSS BJPക്ക് ശുഭസൂചനയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം താങ്കൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇതിനെ എല്ലാം വികൃതമാക്കി. 20 മിനിറ്റായി സമയം അതിക്രമിക്കാൻ ഒരു കാര്യം കൂടി പറയാതെ വയ്യ. കാരണം താങ്കൾ ഇനി അല്പം കുറച്ച് എടുത്താൽ പോലും മലയാളി മാധ്യമ പ്രവർത്തകർ പറയാത്തൊരു കാര്യം താങ്കൾ പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരിണിതപ്രജ്ഞനായതുകൊണ്ട് ഈ മന്ത്രിസഭയിലെ ഗവർണർക്ക് കൊടുത്ത ലിസ്റ്റിലും ഇന്ന് ക്യാബിനറ്റിൽ സത്യപ്രതിജ്ഞ എടുത്ത ക്രമത്തിലും ക്യാബിനറ്റ് മുറിയിൽ ഇരുന്ന രീതിയിലും രണ്ടാമത് ജനാബ് കുഞ്ഞാലിക്കുട്ടിയാണ്. താങ്കൾ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കും മുമ്പ് താങ്കളോട് ഞാൻ പറയുകയാണ്, ദയവായി അത് എഡിറ്റ് ചെയ്ത് കളയരുത്. സമയക്കുറവ് കൊണ്ട് എഡിറ്റ് ചെയ്ത് കളയരുത്. അതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ വാർത്ത. ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പ്രത്യേകിച്ച് ഗവർണറുടെ ചായ സൽക്കാരത്തിൽ അദ്ദേഹം ഇരുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെയും ശ്രീ തങ്ങളുടെയും കൂടെയാണ് ഒരേ ഇതില്. അതൊരു വലിയൊരു സിമ്പിളാണ്. ചായ സൽക്കാരത്തിന് ഇരിക്കുന്നതിലും പ്രധാനമാണ് ക്യാബിനറ്റിൽ ഇരിക്കുന്നത്. അത് തന്നെയാണ് ഗവർണറുടെ കൂടെ മുഖ്യമന്ത്രി ഗവർണറുടെ കൂടെ ചായ സൽക്കാരത്തിന് ഇരിക്കുന്നത് എങ്ങനെയും ഇരിക്കാം, പക്ഷേ ക്യാബിനറ്റിൽ ഇരിക്കുന്നു. സിമ്പിളല്ലേ സർ? ആദ്യത്തെ മാത്രമല്ല, എനിക്കൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രി ആക്കി കൂടാ? BJP പേടിയാണോ കോൺഗ്രസിനും നമ്മുടെ? അതെ, BJP എന്തിനും ഇപ്പോൾ തന്നെ തുടങ്ങിയല്ലോ. ഇപ്പോൾ തന്നെ RSS BJP വെള്ളാപ്പള്ളി സുകുമാരൻ നായർ തുടങ്ങിയല്ലോ ഇത് മുസ്ലിം ഇസ്ലാമിക മന്ത്രിസഭയാണെന്ന്. അതിന് മറുപടി രണ്ട് തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു കാര്യം ഇഷ്യൂ എനിക്ക് മനസ്സിലായി. എങ്ങനെ RSS BJPയുടെ ഈ പ്രചരണത്തെ നേരിടണം എന്നുള്ളത് കുറച്ച് ഡിപ്ലോമാറ്റിക്കും അതേസമയം രാഷ്ട്രീയ മൂല്യങ്ങൾ വിടാതെ, മതനിരപേക്ഷ മൂല്യങ്ങൾ വിടാതെ ഇസ്ലാമോഫോബിയെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ വളരെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. അവരെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, പറഞ്ഞു നടക്കാനായി. അല്ല, അതേസമയം അവർക്ക് കീഴടങ്ങി ഞങ്ങളും മൃദു ഹിന്ദുത്വയാണെന്ന് എന്ന രീതിയിൽ ഭരിക്കുകയുമരുത്. അതാണ് രാഷ്ട്രീയ നേതൃത്വം. അതാണ് സതീശൻ വെല്ലുവിളിക്കപ്പെടുന്നത്. RSSന്റെ ഉമ്മാക്കി കണ്ട് പേടിക്കാതെ മുസ്ലിം സഹോദരന്മാരുടെ കൂടെ നിൽക്കുകയും കോൺഗ്രസ് പാരമ്പര്യത്തിൽ, നെഹ്റുവിയൻ പാരമ്പര്യത്തിൽ നിൽക്കുകയും അതേ സമയം അവർക്ക് അങ്കലാപ്പ് സൃഷ്ടിക്കാനും ജനങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വഴി കൊടുക്കാതിരിക്കുകയും ചെയ്യും. അതിനുള്ള സാമർഥ്യം സതീശൻ ഉണ്ടാവണം. അതിന് പിന്തുണയ്ക്കാൻ രമേശ് ചെന്നിത്തല ഉണ്ടാവണം. അത് വളരെ രമേശ് ചെന്നിത്തല വളരെ നിർണായകമാണ്. രമേശ് ചെന്നിത്തല ഇന്നത്തെ ക്യാബിനറ്റിൽ ഇരുന്നത് നേരെ എതിർവശത്തെ ക്യാബിനറ്റ് ടേബിളിന്റെ ഇപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ഇരുന്നു. തൊട്ട് ആദ്യം വന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ആദ്യം നേരെ എതിർവശത്തുള്ള നേരെ മുഖാമുഖമായിട്ടാണ് ഇരുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഔചിത്യവും ഇന്നത്തെ മതനിരപേക്ഷ രാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ചുള്ള അവബോധവും പ്രധാനം. അതാണ് സതീശനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സതീശനെ അനുവദിക്കണം. ചെറുക്കത്തിൽ വലിയ വർത്തമാനം സ്വതന്ത്രമായി മുഖ്യമന്ത്രിയെ പ്രവർത്തിക്കാൻ കോൺഗ്രസുകാർ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അനുവദിക്കണം എന്നാണ് എന്റെ സുചിന്തിതമായ അഭിപ്രായം. ഇതിന് അഭിപ്രായമുള്ളവരുണ്ടാവും. തീർച്ചയായിട്ടും സാർ, അതാണല്ലോ ജനങ്ങൾ അവരോട് പറഞ്ഞത്. ഇതുവരെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നും കണ്ടത്. ഇന്ന് ഞാനൊരു പ്രായമായ സ്ത്രീയെ വേദിയിൽ വിളിച്ച് രാഹുൽ ഗാന്ധിക്ക് പരിചയപ്പെടുന്നു. അവർ സതീശനെ പറ്റി പറയുന്നു. ഇതൊക്കെ കാണിക്കുന്നത് സതീശൻ വേറെ രീതിയിലുള്ള നേതാവാണ് എന്നാണ് കോൺഗ്രസ് ഉള്ളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനാണ് മാൻഡേറ്റ് കിട്ടിയത് എന്ന് ബാക്കിയുള്ള മന്ത്രിമാർ അവരെത്ര സീനിയേഴ്സ് ആണെങ്കിലും എത്ര പിടിപാടുള്ളവരാണെങ്കിലും അത് മനസ്സിലാക്കി ജനങ്ങളുടെ മാൻഡേറ്റ് ആണ് ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ്. ഇല്ലെങ്കിൽ
ഇടതുപക്ഷത്തിന് സംഭവിച്ച അതേ അവസ്ഥ അതെ, ചെറിയ പിന്നെ താങ്കളുടെ ജില്ലയ്ക്ക് പ്രാതിനിധ്യം ഇല്ല, അത് ഞാൻ കൂട്ടിച്ചേർക്കാനുള്ളതാണ്. പത്തനംതിട്ടയ്ക്ക് മന്ത്രിയില്ല, ഇടുക്കിക്ക് മന്ത്രിയില്ല, കാസർഗോഡിനും കോഴിക്കോട്ടും മന്ത്രി. അല്ല, ഞാൻ പത്തനംതിട്ടക്കാരനല്ല, ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. അതുകൊണ്ട് ഇവിടെ ആലപ്പുഴയ്ക്ക് പ്രാതിനിധ്യമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷേ ഈ 4 ജില്ലകളിൽ എന്റെ MLA, എന്റെ കായംകുളത്ത് ഞാൻ വോട്ടുണ്ടെങ്കിൽ എന്റെ MLA ആണ് ലിജു, അദ്ദേഹം മന്ത്രിയുമായി. അതുകൊണ്ട് ഒരു പ്രശ്നം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലും അതും പറയണമല്ലോ. വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലും എല്ലാവരും വിദ്യാസമ്പന്നരാണ്. ഒരുപക്ഷെ കുറവുള്ളത് മുസ്ലിം ലീഗിന്റെ, അതും നമ്മൾ ജനങ്ങളോട് പറയണം. സാക്ഷര കേരളത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള മന്ത്രിമാർ തന്നെയാണെന്നുള്ളത് അഭിമാനകരമാണ്. അത് ആരും പറയാത്തത് കൊണ്ട് അത് ഞാൻ കൂട്ടിച്ചേർക്കുക. സാർ, അത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ പറയണം. ആദ്യമായി ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അച്യുതമേനോന് ശേഷം ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതെ, 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 കറക്റ്റ്, കറക്റ്റ്. പിന്നെ പിന്നെ വേറൊരു കാര്യം സുധീരൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഉപദേശകർ, മനസാക്ഷി സൂക്ഷിപ്പുകാർ, അദ്ദേഹത്തെ വലയം ചെയ്യുന്നവർ ആരാണ്, അവരുടെ രാഷ്ട്രീയവും അവരുടെ വ്യക്തിപരമായ സത്യസന്ധതയും ഉറപ്പാക്കേണ്ട ചുമതല സതീശന് തന്നെയാണ്, വേറെ ആർക്കുമില്ല. അവതാരങ്ങളെ ഒഴിവാക്കൽ. ഇപ്പൊ CPM-ന്റെ പതനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് പിണറായി വിജയന് ചുറ്റും രൂപപ്പെട്ട ഒരു കോക്കസ്, ഒരു അരാഷ്ട്രീയ അവസരവാദ കോക്കസ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കോൺഗ്രസിന് പഠിക്കാവുന്ന ഒരു ഏറ്റവും വലിയ പാഠം. അതാണ് സതീശന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുസ്ലിസ് ഏരിയ എന്നുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. മുസ്ലിസിന്റെ പാരമ്പര്യം എന്താണെന്ന് ഒരു മലയാളത്തിലും പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന എനിക്ക് തോന്നുന്ന കാലഘട്ടത്തിന്റെ ഒരു നിയോഗമാണ്. അത് കൊണ്ടു നടക്കാൻ, നേരാമണ്ണം കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നുള്ള ആശംസയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.